മഹാനായ ശൈഖുന ശംസുലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തോട് സംവദിക്കാൻ അവസരമുണ്ടായ ഒരു വ്യക്തി എന്ന രീതിയിൽ ഞാൻ അദ്ദേഹത്തോട് കോഴിക്കോട് ഓഫീസിൽ വെച്ച് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഈ ഭരണഘടനയിൽ മൂന്നാമതായി മുസ്ലിം സമുദായത്തിന്റെ മതപരവും എന്ന് പറഞ്ഞിട്ട് പിന്നെ സാമുദായികവും എന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചു. മതപരം എന്ന് പറഞ്ഞ പിന്നെന്താ സാമുദായികം എന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചു. അങ്ങനെ അദ്ദേഹം അത് കൃത്യമായി പറഞ്ഞത്. മതപരം എന്ന് പറഞ്ഞാൽ സുന്നത്ത് ജമാഅത്ത് തന്നെ, അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ സംരക്ഷിക്കും. പക്ഷെ സാമുദായികം എന്ന് പറയാൻ കാരണം ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഒരു ന്യൂനപക്ഷമാണ്. അപ്പൊ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മൊത്തത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടി, അതാണ് സാമുദായികം. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? മതപരമായും സംഘടിച്ചു നിൽക്കണം, സാമുദായികമായും സംഘടിച്ചു നിൽക്കണം. നമ്മുടെ സമത്വ കേരള ജമിയത്തുൽ ഉലമ മതപരമായി സംഘടിച്ചൊരു ബോഡിയാ. പാണക്കാട് തങ്ങൾ രണ്ടും ഒത്ത ഒരാളാ, മതപരവും സാമുദായികവും. സമുദായ നേതാവും തങ്ങൾ തന്നെ, മതനേതാവും തങ്ങൾ തന്നെ. ഇവിടെ ഇപ്പുറത്ത് ബഹുമാനപ്പെട്ട സമത്വയുടെ ആലിമിങ്ങൾ അവർ മതത്തിന്റെ നേതാക്കളാണ്, തങ്ങൾ രണ്ടിന്റെയും ഭാഗമാണ്. അപ്പൊ ഈ ഭരണഘടനയിൽ വളരെ ബുദ്ധിപൂർവ്വമാണ് പൂർവികരത് എഴുതി വെച്ചത്. അത് വിശദീകരിക്കേണ്ട ഒരു സാഹചര്യം ഒന്നുണ്ടായി. 1985 ജൂൺ 14 കോഴിക്കോട്ട് ശരീഅത്ത് മഹാസമ്മേളനം നടന്നത്. ആ ശരീഅത്ത് സമ്മേളനത്തിൽ ശൈഖുനയാണ് മുഖ്യ പ്രസംഗം നടത്തുന്നത്. അവിടെ എല്ലാ വിഭാഗം ആളുകളുമുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇസ്ലാമിന്റെ ശരീഅത്താണ് ചോദ്യം ചെയ്യപ്പെട്ടത്, അത് മദ്ഹബ് അനുസരിച്ച് സ്ഥാപിക്കപ്പെട്ടതാ. അതിനെ എതിർക്കുന്ന പലരും ഉണ്ടെങ്കിലും ഞങ്ങൾ ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടാണ്, ഞങ്ങൾ ഇതിൽ ഒരുമിച്ച് നിന്ന് പൊരുതുന്നു. ഇത് സാമുദായിക വിഷയമാണ്, അതുകൊണ്ട് സമുദായം എന്ന രീതിയിൽ ഞങ്ങൾ ഒന്നിച്ചു നിൽക്കും.